നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പൊട്ടിത്തകർന്ന് നാണം കെട്ടി ഇന്റർ മയാമി. അതിപ്പോൾ ഒരു തുടർക്കഥയായി മാറിയിട്ടുണ്ട്. 4-1 മിന്നസോട്ട ഇന്റർ മയാമിയെ ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സംഗതി ലിയോ മെസ്സി ഒരു ഗോളൊക്കെ അടിച്ചു. പക്ഷേ മയാമി ടീമിന് വിജയിക്കാൻ പറ്റിയില്ല. ഒരുപാട് അവസരങ്ങൾ അവരുണ്ടാക്കുന്നു. ബോളിന്മേൽ വലിയ രൂപത്തിൽ ആധിപത്യം ഉണ്ടാവുന്നു. പക്ഷേ ഗോൾ തിരിച്ചു വാങ്ങുന്നതിലാണ് ഗോൾ അടിക്കുന്നതിനേക്കാൾ ഇപ്പോൾ അവർ മികവ് കാണിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ വീണ്ടും അവർ തോറ്റിരിക്കുന്നു. ഇപ്പോൾ ഹവിയർ മസ്റാനോയുടെ കീഴിൽ ഇന്റർ മയാമി അവസാനത്തെ 4 കളികളിൽ നിന്ന് വാങ്ങിയത് 12 ഗോളുകളാണ് എന്ന കാര്യം കൂടി ഓർക്കണം. ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീസണുകളിൽ ഒന്നാണിത്. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമി തോറ്റു. ഇനിയിപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ട്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഏതായാലും അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. ഇന്നത്തെ കളിയിൽ മിനസോട്ടയ്ക്ക് വേണ്ടി ലോങ് വെയിനും അതുപോലെ മാർക്കാനിച്ചും ലോഡുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോളിൽ മയാമി താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു. ലൂയിസ് സുവാരസ് ഇന്ന് കളിക്കാനുണ്ടായിരുന്നില്ല. മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സിയും സെഗോവിയയും ക്രവാഷിയും ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 32ാമത്തെ മിനിറ്റിൽ ലോങ് വെയിനിലൂടെ മിന്നസോട്ട ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുന്ന തൊട്ടു മുമ്പ് മാർക്കാനിച്ചിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ 2-0 അവർ ഇടവേള സമയത്ത് ലീഡിലായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലിയോ മെസ്സി ഒരു ഗോൾ മടക്കിയടിച്ചെങ്കിലും 68ാമത്തെ മിനിറ്റിൽ വേറ്റിൻ്റെ ഓൺ ഗോൾ വരുന്നു. ഒടുവിൽ ലോഡിൻ്റെ മികച്ചൊരു ഗോള് 70ാമത്തെ മിനിറ്റിൽ വന്നതോടെ മിന്നസോട്ട 4-1 ഇന്റർ മയാമിയെ തകർത്ത് തരിപ്പണമാക്കി. മത്സരം തോറ്റതോടുകൂടി ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ മയാമി 11 കളികളിൽ നിന്ന് 21 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.